എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കമൻ്റ് ഇട്ടോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ടൊരു കമൻ്റാണ്. യൂട്യൂബിലാണോ എന്ന് ഓർമ്മയില്ല. അതൊരു അനുഭവമാണ്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. 2025 ഏപ്രിൽ 11 ഗുരുവായൂരിൽ എനിക്കുണ്ടായ അനുഭവം. ആരാണ് പേരെഴുതിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരായ മല്ലിക, ജയശ്രീ എന്നിവരോടൊത്ത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ടോ. ശ്രീജയുടെ സഹായത്താലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലും സുഖമായി ദർശനം കിട്ടി. ഒരത്ഭുതമൊന്നുണ്ടായി. ക്ഷേത്രത്തിനുള്ളിൽ താമരക്കണ്ണൻ്റെ സ്ഥാനം മാറ്റിയിരുന്നതായി അറിഞ്ഞിരുന്നു. എന്നാൽ അത് എവിടെയാണ് പുതുതായി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. സംശയത്തോടുകൂടി ചുമർചിത്രങ്ങളെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കസവ് മുണ്ടും കസവ് വേഷ്ടിയൊക്കെ ധരിച്ച ഒരു യുവാവ് ഞങ്ങളുടെ അടുത്തെത്തി. താമരക്കണ്ണനെയാണോ നിങ്ങൾ തിരയുന്നത്? താമരക്കണ്ണൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റിയത് അറിഞ്ഞില്ലേ? അതാ അങ്ങോട്ട് നോക്കൂ, അവിടെയാണ് ഇപ്പോൾ താമരക്കണ്ണൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. താമരക്കണ്ണനെ കണ്ട മാത്രയിൽ അവിടേക്ക് നോക്കി തൊഴുതു. എന്നാൽ ആരാണ് ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി ഇത്ര പെട്ടെന്ന് വേണ്ട നിർദ്ദേശം നൽകിയതെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ യുവാവിനെ കണ്ടതേയില്ല. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. ഞാനെപ്പോഴും പറയാറില്ലേ, ഗുരുവായൂരിൽ അങ്ങനെയാണ്. ഗുരുവായൂരിൽ എല്ലാവരും ചോദിക്കും ഗുരുവായൂരിൽ വരണോ അനുഭവം ഉണ്ടാവാന്ന്. ഗുരുവായൂരിൽ വരണം, വന്നേ പറ്റുള്ളൂ. ചില അനുഭവങ്ങൾ നമുക്ക് കൺമുന്നിൽ കാണാൻ ഗുരുവായൂരിൽ തന്നെ വരണം, ഒരു സംശയമില്ല. ഭഗവാന്റെ മായ എല്ലാ രീതിയിലും ഭഗവാന്റെ സ്പർശം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നല്ല മനസ്സുകൊണ്ട്, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ദിവസവും പറയാണ്, നല്ല മനസ്സുകൊണ്ട് വന്നാൽ മാത്രമേ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുപാടും എല്ലാം കാണാം, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോവാം. ആരോടും ഒരു ദേഷ്യമില്ലാതെ ഏറ്റവും നല്ല മനസ്സ്, കൂടെ വരുന്നവരോടും ഒക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറിക്കൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, സന്തോഷത്തോടെ വരിക. അപ്പം ഭഗവാനെ കാണാം. ഈ അനുഭവം നിങ്ങളിലേക്ക് തരികയാണ്, എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ. എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.